ഒരു പ്രതികൂലം വന്നാൽ, പ്രശ്നം വന്നാൽ നമുക്ക് ആരാധന നഷ്ടപ്പെട്ടു പോകുന്നതല്ല ആത്മീയ ജീവിതം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാട് കിട്ടിയ പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് നിലവിളിക്കുകയല്ല, അവർ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. കാരണം നിത്യ മഹാഫലത്തെ ഓർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എന്തിനാ നിനക്ക് സന്തോഷം ഉണ്ടാകേണ്ടത്? എന്ത് കാര്യത്തിലാണ് നിനക്ക് ആനന്ദം ഉണ്ടാകേണ്ടത്? ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കൊണ്ടല്ല, അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ടല്ല, പല്ലുവേദന മാറിയത് കൊണ്ടോ തലവേദന മാറിയത് കൊണ്ടോ കർത്താവിലേക്ക് വന്നപ്പോൾ അത്ഭുതങ്ങൾ നടത്തുന്നത് കൊണ്ടോ അല്ല. അവൻ നിന്നെ ഒരു അത്ഭുതമാക്കി തീർത്ത്, അത്ഭുതമായ കർത്താവ് നിന്റെ ഉള്ളിൽ കടന്നു വന്ന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം ആമേൻ സമാധാനത്തെയും സന്തോഷത്തെയും അകത്ത് നൽകി. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയത് കൊണ്ട് സന്തോഷിക്കുക. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതാൻ പോകുന്നതെന്നല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നു. നിന്റെ പേർ സ്വർഗത്തിൽ എഴുതിയതിൽ സന്തോഷിപ്പേൻ.